നിരാലംബരായി കഴിയുന്നവരുടെ സമീപത്തേക്ക് ഓടിയെത്താൻ കഴിവതും WMO ശ്രമിച്ചിട്ടുണ്ട്. ഗുജറാത്തിൽ നിന്നുള്ള ആശ്രയമറ്റ ഈ കുട്ടികളെ WMO ഏറ്റെടുത്തിരിക്കുകയാണ്. യാദൃച്ഛികമെന്ന് പറയട്ടെ, ഒരു ദൈവനിശ്ചയമെന്ന പോലെ ഈ കുട്ടികളെ സ്നേഹിക്കാനും പരിചരിക്കാനുമായി അവരുടെ തന്നെ ഭാഷ സംസാരിക്കുന്ന ഫൗസിയ അസ്ഹർ WMOയിൽ എത്തിച്ചേർന്നു. ഗുജറാത്തി കുട്ടികൾ വന്ന ദിവസമാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ അവിടേക്ക് പിന്നെ ഭാഷ ഇവിടുത്തെ ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവിടെ എന്തെങ്കിലും വിഷമെങ്കിലും പറയാൻ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും പറയാൻ ഇവിടുത്തെ ആൾക്കാർക്ക് അറിയില്ല, മനസ്സിലാവില്ല. അതിനെ കൊണ്ടാണ് ഞാനിവിടെ വന്ന കാരണം. ഈ ഗുജറാത്തി കുട്ടികൾ എന്ന് പറയുമ്പോൾ കുറച്ച് കുട്ടികളുണ്ടാവും, ബാപ്പ ഇല്ലാത്ത കുട്ടികളുണ്ട്, ഉമ്മ ഇല്ലാത്ത കുട്ടികളുണ്ട്, പിന്നെ കുറച്ച് കുട്ടികൾ രണ്ടാളില്ലാത്ത ആളുണ്ട്. അപ്പോൾ അങ്ങനെ രീതിയിലാണ് ഇവിടെ വന്നത് കുട്ടികൾ. അപ്പോൾ ഈ കുട്ടികൾക്കൊക്കെ പിന്നെ ഒരുപാട് വിഷമങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ഈ കുട്ടികൾക്ക് പിന്നെ ഈ ഭക്ഷണത്തിന് വിഷമങ്ങളും പിന്നെ ഈ ഹോം സിക്നെസ്സോ അങ്ങനെയൊക്കെ വിഷമങ്ങൾ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്. ഇപ്പോൾ അങ്ങനെ സമയം ഇങ്ങനെ മാറിക്കൊണ്ട് പറഞ്ഞു. നമ്മുടെ മക്കള് നമ്മളിങ്ങനെ ഒഴിവാക്കി പോകില്ലല്ലോ. എന്തെങ്കിലും ചെയ്താലോ നമ്മൾ പിന്നെ പെട്ടെന്ന് കൂടെ പൊയ്ക്കോളി ആവൂലെന്ന് പറയാൻ പറ്റൂലല്ലോ. അതേപോലത്തെ ഈ കുട്ടികൾ കൂടെ എന്തായാലും ചില നേരത്തിന് ദേഷ്യം ഉണ്ടാവും, പക്ഷെ 2 മിനിറ്റില് പിന്നെ ഇതൊക്കെ മാറിക്കോളും. अजमेर को लेकिन पहुंचा शहर मदीना, अल्लाह मेरे अल्लाह तेरी क्या बात है, अल्लाह मेरे अल्लाह तेरी क्या बात है. പിന്നെ സ്കൂളിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ, സ്കൂളിൽ കൊണ്ടാക്കണോ, പിന്നെ വൈകുന്നേരം കൂട്ടിക്കൊണ്ടോ, പിന്നെ ഭക്ഷണത്തിന്റെ സമയത്തിലെ 3 നേരം അവിടെ ആ കുട്ടിലത്തിന് കൂടെ ഇങ്ങനെ നിൽക്കണം. ഇല്ലാതെ ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കില്ല, ചില ആൾക്കാർ ഭയങ്കര മടിയുണ്ടാവും. അവിടെ കൂടെ നിൽക്കുകയാണെങ്കിൽ അവിടെ എല്ലാം ചെയ്തോളും. അങ്ങനെ എല്ലാ ഉമ്മ ഇങ്ങനെ നിൽക്കണ പോലത്തെ അവിടെ കൂടെ ഇങ്ങനെ നിൽക്കണം. കേരളത്തിലെ കുട്ടികളോടൊപ്പം ഗുജറാത്തിലെ മക്കളും ഇവിടെ വളരുകയാണ്. അവരുടെ ഇടയിൽ ഭാഷാ വ്യത്യാസങ്ങളില്ല, നിറവ്യത്യാസങ്ങളില്ല, സാമ്യങ്ങൾ മാത്രമേയുള്ളൂ. ഇവർക്കെല്ലാം തുണയായി ഈ ഭൂമുഖത്ത് WMOയും നമുക്കിടയിലെ ഉദാരമതികളും മാത്രമേയുള്ളൂ. മാത്രമല്ല, ഇവരെല്ലാം അള്ളാഹുവിന് ഒരുപോലെ പ്രിയപ്പെട്ടവരാകുന്നു. ഇവിടുത്തെ കുട്ടികൾക്ക് സ്വന്തം മക്കളെന്ന പോലെ സ്നേഹവും വാത്സല്യവും നൽകാൻ വർഷത്തിലൊരിക്കൽ വയനാട്ടിനകത്തും പുറത്തു നിന്നുമായി 1/4 ലക്ഷത്തോളം വരുന്ന ഉമ്മമാർ യത്തീംഖാന സന്ദർശിക്കുന്നു. ഇങ്ങനെ വരുന്നവരിൽ ഒരാളായിരുന്നു ജമീലെ. നേരത്തെ ഇവിടെ വരാൻ ഭയങ്കര താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഈ വർഷങ്ങളിലുള്ള സന്ദർശനത്തെ എൻ്റെ ആ അറിവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അന്ന് മുതലേ ഒരു ആഗ്രഹമുണ്ട് ഇവിടെ വന്നിട്ട് ഏതെങ്കിലും മേഖലയിൽ വർക്ക് ചെയ്യണമെന്നും ഇവിടുത്തെ കുട്ടികളോടൊപ്പം അവരോടൊപ്പം ഒരു ജോലിയോ അതല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ഇടപഴകി കഴിയണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പുറത്തു നിന്ന് കണ്ട പിക്ചറിനേക്കാൾ വലിയ ഒരു ലോകമാണ് ഇവിടെ വന്നപ്പോൾ. ആരും ഇല്ലാത്ത കുട്ടികൾ, പിന്നെ അതായത് മെയിനായിട്ട് അവർക്ക് വേണ്ട ഉപ്പ ഉമ്മ അങ്ങനെ ഇല്ല, പിന്നെ സഹോദരങ്ങളോ സഹോദരികളോ ഒന്നും ഇല്ലാത്ത കുട്ടികൾ. അപ്പം അതൊക്കെ കാണുമ്പം എനിക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ചെറിയ കുട്ടികൾ മുതൽ ഒരുപാട് വലിയ കുട്ടികൾ വരെ പഠിക്കുന്ന ഒരു സ്ഥാപനമാണിത്. ഇവിടെ താമസിച്ച് പഠിക്കുന്നവരെന്ന് പറയുന്നത് 700 ചില്ലറ കുട്ടികളുണ്ട്, ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഉൾപ്പെടെ. അപ്പോൾ ശരിക്കും ചെറിയ കുട്ടികളോട് നമ്മൾ, അതായത് അനാഥരായ കുട്ടികളാണ് ഇവിടെ അധികവും, അനാഥരും അഗതികളും ഒക്കെ താമസിക്കുന്ന ഒരു സ്ഥലം. അപ്പം അതുകൊണ്ട് ചെറിയ മക്കളോടുൾപ്പെടെ എല്ലാവരോടും നമ്മുടെ സ്വന്തം വീട്ടിലെ കുട്ടികളെ പോലെയും
നമ്മുടെ സ്വന്തം വീട്ടിലൊരു അംഗത്തെ പോലെ ഇങ്ങനെയൊക്കെ ആണ് ഇവിടെ കാണേണ്ടത്. ആ രീതിയിലുള്ള സ്നേഹമാണ് അവർക്ക് അവകാശപ്പെട്ടത്. നമുക്ക് കോമ്പൗണ്ടിൽ ഒരു ഹോസ്പിറ്റലും ഡോക്ടേഴ്സും ഒക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരെ വൈകുന്നേരങ്ങളിൽ അവരെ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനും ആണ് ശ്രമിക്കാറ്. ഇവിടെ ഒരുപാട് ഗസ്റ്റ് വരാറുണ്ട് ഈ കുട്ടികളെ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ആയിട്ട്. അപ്പോൾ ഒരുപാട് എത്തിങ്ങാനും വിട്ടിട്ടാണ് അവരിങ്ങോട്ട് വരുന്നത്. അതായത് അവർ വരുന്ന വടകര, നാദാപുരം, കുറ്റ്യാടി അങ്ങനെ താഴ്നാടുകളിൽ നിന്നും നമ്മുടെ നാടിന് പുറമെ താഴ്നാടുകളിൽ നിന്നൊക്കെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ പറയുന്നത് പിന്നെ ഒരുപാട് എത്തിങ്ങാനും കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങോട്ട് വരുമ്പോഴും ഞങ്ങൾക്ക് ഉള്ള സംതൃപ്തി ഇവിടെ വരാൻ കൂടുതൽ പ്രേരിപ്പിക്കുന്നു എന്ന് പറയുന്നത്, ഇപ്പോൾ ഗൾഫിൽ നിന്നാണെങ്കിലും നമ്മുടെ നാട്ടിൽ നിന്നാണെങ്കിലും ഓരോ രൂപയാണ് ഈ എത്തിങ്ങാനൊക്കെ സമാഹരിക്കുന്നത് പോലും ലക്ഷങ്ങളോളം ചെലവഴിക്കുന്നവരുണ്ട്. അതും ആ ഒരു രൂപ പോലും എവിടെയും കളയാതെ അത് കുട്ടികളുടെ ക്ഷേമത്തിനും ഈ സ്ഥാപനത്തിൻ്റെ ഐശ്വര്യത്തിനും വേണ്ടി മാത്രം അത് ചെലവഴിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ശരിക്കും ഒരു പ്രാർത്ഥനാലയം പോലെയും കൂടിയാണ് ഈ സ്ഥാപനം. അതായത് പാർട്ടിയുടെ തന്നെ അഭിപ്രായം തന്നെയാണ്. അവർ ഒരുപാട് കാര്യങ്ങൾ മരുന്ന് കൊണ്ട് പോലും മാറാത്ത കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് പ്രാർത്ഥനയിൽ നിന്ന് അവർക്ക് ഉത്തരം കിട്ടിയ ആ കാര്യങ്ങൾ അവിടെ നമ്മളോട് വന്നിട്ട് പറയാറുണ്ട് അവർ. ജനാബ് ഇബ്രാഹിം ഹാജി അവர்களுം അദ്ദേഹത്തിന്റെ കുടുംബങ്ങളുമാണ് എന്ന സന്തോഷം ആദ്യമായി നിങ്ങളെ അറിയിക്കുകയാണ്. WMOയുടെ തുടക്കം മുതൽ തന്നെ അനേകം പേർ ആശ്വാസം തേടി ഇവിടെ വരാറുണ്ട്. കുടുംബസമേതം ഇവിടെ വരുന്ന ഇവർ കുട്ടികളോടൊപ്പം ഇരുന്ന് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് അവരുടെ മനസ്സിന്റെ ഭാരം ഇറക്കി വയ്ക്കുന്നു. നിഷ്കളങ്കരായ കുട്ടികളുടെ ഈ പ്രാർത്ഥന കാരുണ്യവാനായ അള്ളാഹു സ്വീകരിക്കുന്നു എന്ന ഉറച്ച വിശ്വാസം ഈ സന്ദർശകരിലുണ്ട്. തങ്ങളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി ഈ കുട്ടികൾ മനസ്സ് തുറന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇങ്ങനെ സന്ദർശകരായി എത്തുന്നവരിൽ പലരും കുട്ടികൾക്ക് വേണ്ടി ഭക്ഷണവും മറ്റ് സാധന സാമഗ്രികളും സ്നേഹപൂർവ്വം കൊണ്ടുവന്ന് നൽകുന്നു. ഞാനിവിടെ വന്നിട്ട് ഞാൻ പറഞ്ഞല്ലോ 3 വർഷത്തോളം ആകുന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് ഇവിടെ നിന്ന് കിട്ടിയ അനുഭവങ്ങളും പരിചയങ്ങളും ഇവിടെ കുട്ടികളായിട്ട് ഇടപഴകലിൽ നിന്നും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ശരിക്കും പഠിക്കുന്ന ഒരു കുട്ടിക്ക് അവർ പഠിക്കാൻ എത്രത്തോളം ആഗ്രഹിക്കുന്നു അത്രത്തോളം പഠിച്ചുയർത്തുന്ന ഒരു സ്ഥാപനമാണിത്. 8ാമത്തെ വയസ്സിൽ WMOയുടെ മകളായി കയറി വന്ന സുഹറാബി എന്ന ഈ കുട്ടി ഇതിനൊരു ഉദാഹരണമാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ألم نجعل له عينين ولسانا وشفتين وهديناه النجدين فلاقتحم العقبة وما أدراك ما العقبة فك رقبة أو إطعام في يوم ذي مسغبة يتيما ذا مقربة أو مسكينا ذا متربة. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, മൻ ജദ്ദ വജദ, ആര് പരിശ്രമിക്കുന്നുവോ, മൻ ഒരുവൻ, ജദ്ദ അവൻ പരിശ്രമിക്കുന്നു, വജദ ആര് പരിശ്രമിക്കുന്നുവോ അവന് വിജയമുണ്ട് എന്നാണ്.